ഇപ്പോൾ നൽകാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഒരു അപൂർവ സംഭവത്തിന് സാക്ഷ്യം വഹിക്കുകയാണ് രാജ്യമെന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഈ വിവിധ സംസ്ഥാനങ്ങൾ, പ്രത്യേകിച്ച് വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിൽ വിന്യസിച്ചിരുന്ന സേനാ വിഭാഗങ്ങളെ അടിയന്തരമായി തന്നെ ജമ്മു കാശ്മീരിലേക്ക് വിന്യസിച്ച് തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. അസം റൈഫിൾസിൻ്റെ കോർ അടക്കമാണ് ഇപ്പോൾ ജമ്മു കാശ്മീരിലേക്ക് വിന്യസിച്ചിരിക്കുന്നത്. ഇത് ചരിത്രത്തിൽ തന്നെ ആദ്യ സംഭവമാണ് എന്നാണ് ദേശീയ മാധ്യമങ്ങൾ പറയുന്നത്. കാരണം അസം റൈഫിൾസ് ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിൽ വരുന്ന ഒരു കോറാണ്. പക്ഷേ ഇതിനെ നിയന്ത്രിക്കുന്നത് ഇന്ത്യൻ സൈന്യം തന്നെയാണ്. കരസേനയാണ് ഈ അസം റൈഫിൾസിൻ്റെ നിയന്ത്രണം നടത്തിക്കൊണ്ട് പോകുന്നത്. പക്ഷേ ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിലാണ്. ഈ അസം റൈഫിൾസിന് ഉൾപ്പെടെ മണിപ്പൂരിൽ മറ്റും വിന്യസിച്ചിരിക്കുന്ന സൈന്യത്തെ ഉൾപ്പെടെ ഇപ്പോൾ ജമ്മു കാശ്മീരിലേക്ക് വിന്യസിക്കുകയാണ്. ഒരുപക്ഷെ ഇന്ത്യ ഒരു ശക്തമായ തിരിച്ചടിക്ക് ഒരുങ്ങുന്നു എന്ന് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി വിവിധ തരത്തിലുള്ള റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ആ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ കൂടി നാം ഇതിനെ പരിശോധിക്കുകയാണെങ്കിൽ ഇതൊരു അസാധാരണ നീക്കം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് തെറ്റില്ല. ഏതായാലും വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിൽ മണിപ്പൂരിലൊക്കെ വലിയ രീതിയിൽ സൈന്യത്തെ വിന്യസിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ നിന്നുള്ള സൈന്യത്തെ ഉൾപ്പെടെ ഇപ്പോൾ ഈ ജമ്മു കാശ്മീരിലേക്ക് വിന്യസിക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം ചൈനയുമായി ചർച്ച നടത്തി ആ അതിർത്തിയിൽ ഒരു സമാധാന അന്തരീക്ഷം ഉണ്ടാക്കിയതും അവിടെ നിന്ന് സൈനികർക്ക് കുറച്ച് സൈനികരെ ഇങ്ങോട്ടേക്ക് പിൻവലിക്കുക. അതായത് ജമ്മു കാശ്മീരിൽ നടക്കുന്നത് ഭീകരവാദത്തിൻ്റെ, അതിർത്തി കടന്നുള്ള ഭീകരവാദത്തിൻ്റെ അവസാനത്തെ ആ കല്ലുമിളക്കി മാറ്റിക്കൊണ്ടില്ലെങ്കിൽ അതിൻ്റെ റൂട്ടടക്കം തകർത്തുകൊണ്ടുള്ള ഒരു വലിയ ഓപ്പറേഷൻ ഇന്ത്യ നീങ്ങുകയാണ് എന്ന് തന്നെയാണ് ഇതിൽ നിന്നെല്ലാം വ്യക്തമാകുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.